ഹലോ, നമ്മുടെ നാട്ടിലെ ഈ കല്യാണ നറേറ്റീവ്സിലെ ഒന്ന് കേട്ടോളൂ കേട്ടോ. പെൺകുട്ടി, അമ്മ എനിക്കൊന്നും മുടി വെട്ടണം. അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ട, കല്യാണം കഴിയട്ടെ, നീ എന്ത് വേണമെച്ചാ ചെയ്തോ, മുടി വെട്ട്, മുട്ടയടിക്കുക, എന്ത് വേണേലും നിന്റെ ഇഷ്ടം. അമ്മ എനിക്കൊരു ലേറ്റ് നൈറ്റ് പാർട്ടിക്ക് പോകണം ഫ്രണ്ട്സിൻ്റെ കൂടെ. നടക്കില്ല. നിന്റെ ഹസ്ബൻഡ് വന്നു കഴിയുമ്പോൾ അവൻ്റെ കൂടെ പാർട്ടിക്കോ എവിടെയാന്ന് വെച്ചാൽ പൊക്കോ. അമ്മ എനിക്കൊരു സോളോ ട്രിപ്പ് പോകണം. അതും കല്യാണം കഴിയട്ടെ. അമ്മ സോളോ ട്രിപ്പ് ആവണേ എങ്ങനെയാ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ? അതൊന്നും എനിക്കറിയില്ല മോളെ. നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ഇതാണ് ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ കുട്ടി പറയണേ, അമ്മ ഞാനൊന്ന് US പോയി പഠിച്ചോട്ടെ. പിന്നെ ഇവിടെ തന്നെയൊക്കെ വിടാനൊന്നും എനിക്ക് പറ്റില്ല. കല്യാണം കഴിഞ്ഞാൽ നീയും അവനും കൂടെ പോയി വേണമെങ്കിൽ പഠിച്ചോ. ആര് പറയാൻ പോകുന്നത്, ആര് എതിർക്കാൻ പോകുന്നത്? അതേസമയം ആൺകുട്ടികളോടോ, ഓ മോനെ, നിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇനി ഒരു പെണ്ണ് വന്നിട്ട് വേണം അമ്മയ്ക്ക് സമാധാനമായിട്ടിരിക്കാൻ. അമ്മയും നോക്കുമല്ലോ, അപ്പോൾ അമ്മയ്ക്ക് ഒരു ചായ കിട്ടണമെങ്കിലും ഒക്കെ അവള് കൊണ്ടുതരും. അല്ലേ, ഈ നെറേറ്റീവ് അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ പറയും, ഓ ആ കുട്ടി വന്നാലേ ഇവൻ്റെ ഒരു ചൊല്ലുവിളി ശരിയാകത്തുള്ളൂ. അപ്പം മകൻ്റെ മനസ്സിൽ എന്താ കയറുന്നത്? ഓ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയെ സേവിക്കാൻ വേണ്ടിയിട്ട് ഒരു സേവകയെ കിട്ടും എന്നല്ലേ അറിഞ്ഞോ അറിയാതെയോ അവൻ്റെ മനസ്സിൽ എഴുതപ്പെടുന്ന നെറേറ്റീവ്. നമ്മൾ പേരൻസ് ഇതൊന്ന് മാറ്റി പിടിച്ചാലെന്താ? പെൺകുട്ടികൾ ഇങ്ങനെ പറയുന്ന ആഗ്രഹങ്ങൾ ന്യായമായതാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കുകയും ആൺകുട്ടികളോടും രണ്ടുപേരോടും പറയണം, നിങ്ങൾക്കൊരു കമ്പാനിയൻഷിപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അന്യോന്യം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വിവാഹം കഴിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്താലോ ചിലപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു അഗ്ലിനെസ് ഉണ്ടല്ലോ ഇപ്പോൾ ഉള്ളത്, അതങ്ങ് മാറിക്കിട്ടും. എന്ത് തോന്നുന്നു? ഒന്ന് കമൻറ്റ് ചെയ്യണേ.